വെള്ളിയാഴ്ച ദിവസം കാസർഗോഡ് പള്ളിയിൽ അല്ല പരിസരത്തുള്ള സലഫി പള്ളികളിൽ നിങ്ങൾക്ക് കയറി നോക്കാം. അവിടെ 20 മിനിറ്റ് 30 മിനിറ്റ് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് ഖുത്ബ നിർവഹിക്കും. നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ മുത്തുനബിയുടെ ഖുത്ബ ആ സഹാബികൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അള്ളാന്റെ റസൂല് അറബിയിലല്ലാതെ ഖുത്ബ പറഞ്ഞിട്ടില്ല. ഒരു തർക്കമില്ല. മലയാളത്തിലോ തമിഴിലും കന്നഡയിലോ ഇംഗ്ലീഷിലോ ഒന്നും അള്ളാന്റെ റസൂല് ഖുത്ബ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാന്റെ ഖുത്ബ അറബിയിൽ മാത്രമായിരുന്നു. ഭാര്യയോട് സംസാരിച്ചതും അറബിയിലാണ്, നാട്ടുകാരോട് സംസാരിച്ചതും അറബിയിലാണ്, മെമ്പറിൽ കയറി സംസാരിച്ചതും അറബിയിലാണ്, താഴെ ഇരുന്ന് സംസാരിച്ചതും അറബിയിലാണ്. അല്ലേ? ആർക്കെങ്കിലും തർക്കമുണ്ടോ? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം നടത്തിയതും അറബിയിലാണ്. പിന്നെന്തിനാ നമ്മൾ അറബിയല്ലാത്ത ഭാഷയിൽ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ എന്തായിരുന്നു എന്ന് ഹദീസിലുണ്ട്. റസൂലുള്ള 2 ഖുത്ബകളാണ് നടത്തുക. യജ്ലിസു ബൈനഹുമ, 2 ഖുത്ബകൾക്കിടയിൽ ഇരിക്കും. 2 ഖുത്ബകൾക്കിടയിൽ ഒന്ന് ഇരിക്കും. അങ്ങനെ 2 ഖുത്ബ നടത്തും. യഖ്റഉൽ ഖുർആൻ, ഖുത്ബയിൽ ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ഈ അണങ്കൂരിലെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ ഇങ്ങനെ കയറി വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. അള്ളാന്റെ റസൂൽ ഖുത്ബയിൽ തന്നെ അത് കണ്ടല്ലോ. ഉടനെ പറഞ്ഞു, നബി യാ അഖി, സുഹൃത്തേ, യാ അഖി, ഏ സുഹൃത്തേ, സഹോദര, ഖും, എഴുന്നേൽക്ക്, വസല്ലി റക്അത്തൈനി, 2 റക്അത്ത് നമസ്കരിക്ക്. അറബിയിൽ മാത്രാ പറഞ്ഞ്, ഞാൻ എന്റെ മലയാളം കൂടി കൂട്ടി പറഞ്ഞു എന്ന് മാത്രം. ഏ സുഹൃത്തേ, ഇപ്പൊ വന്ന സഹോദര, എഴുന്നേൽക്ക്, 2 റക്അത്ത് നമസ്കരിക്ക്. അണങ്കൂറിലെ മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ പള്ളി ചെല്ലുമ്പോ ഉസ്താദ് ഖുത്ബ ഓതുകയാണ്, നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. ഇനി ഖുത്ബ പറയുന്ന ഉസ്താദ് കണ്ടു, ഉസ്താദ് അറബിയിൽ ഇങ്ങനെ പറഞ്ഞു, യാ അഖി ഖും വസല്ലി റക്അത്തൈനി. നിങ്ങൾക്ക് മനസ്സിലാവുമോ? നിങ്ങൾ നിസ്കരിക്കോ? നിങ്ങൾക്ക് മനസ്സിലാവുമോ? നിങ്ങൾ നിസ്കരിക്കോ? ഇത് സാധാരണക്കാരോട് ചോദിക്കുക. ഖുത്ബന്റെ ഇടയിലാണ് നബി സംസാരിച്ചത്. അത് സഹാബിക്ക് മനസ്സിലാവും, അവിടെ വന്ന ആൾക്ക് മനസ്സിലാവും. ഒരു തർക്കമില്ല, അവരെ ഭാഷയാണ്. അപ്പൊ സലഫി പള്ളിയിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കാതിരുന്നാൽ ഖത്തീബിന് പറയാം, ഇപ്പൊ വന്ന ആൾ സുന്നത്ത് നിസ്കരിക്കാതെയാണ് ഇരുന്നത്, ആരും അങ്ങോട്ട് നോക്കണ്ട, അയാളെ എണീറ്റ് നിസ്കരിക്ക്, അങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാവാം എന്ന് ഖത്തീബിന് പറയാം. ഇങ്ങനെ പല വിഷയവും റസൂലുള്ളാന്റെ ഖുത്ബയെന്നാണ് ഞങ്ങൾ പഠിച്ചത് എന്ന് സഹാബികൾ പറഞ്ഞിട്ടില്ലേ? ഇനി വേണ്ട, റസൂലുള്ള ളുഹർ നിസ്കാരം 4 റക്അത്തുള്ളത് 2 റക്അത്ത് ജുമഅക്ക് നിസ്കരിക്കുക, 2 ഖുത്ബ പറയുക 2 റക്അത്തിന് പകരം. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിസ്കാരം കിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ? അല്ലേ? ളുഹറും അസറും മഗ്രിബും ഒക്കെ കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാ. എന്നാൽ ജുമയുടെ 2 റക്അത്ത് കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ഖുത്ബ കിബിലക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ്. അപ്പൊ എങ്ങനെ നിസ്കാരം പോലെ ആവുക? നിസ്കാരത്തിൽ നമുക്ക് അതിൽ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറയാൻ പാടില്ല. റസൂലുള്ള ഖുത്ബയിൽ നിസ്കരിക്കാത്ത ആളോട് നിസ്കരിക്കാൻ പറയുന്നു, ഇടക്ക് കണ്ണു ചുമക്കുന്നു, സൈനിക നേതാവിനെ പോലെ ദേഷ്യപ്പെടുന്നു. അല്ലേ? നാട്ടിലെ പല വിഷയങ്ങളും നബി ഖുത്ബയിൽ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ ഉള്ളതല്ലേ? അല്ലേ? ഇമാം നബവി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറയാണ്, ഖുത്ബയുടെ ലക്ഷ്യം, മഖ്സൂദുൽ ഖുത്ബ, ഖുത്ബയുടെ ലക്ഷ്യം തന്നെ അൽ വഅദു, ഉപദേശമാണ്. ആ ഉപദേശം നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? പാൻപരാഗ് തിന്ന്, ഗുടുക്ക തിന്ന്, ആൻസ് തിന്ന്, MDMA അടിച്ച്, അല്ലേ, കഞ്ചാവ് അടിച്ച് നടക്കുന്ന ചെറുപ്പക്കാര് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കും. എന്നിട്ട് അവർക്ക് എന്താ മനസ്സിലാവുക? നിങ്ങളെ മുമ്പിൽ 20 മിനിറ്റ് ഇരിക്കും, 15 മിനിറ്റ് ഇരിക്കും. എന്നിട്ട് അവർക്ക് എന്ത് മനസ്സിലാവും? നിങ്ങൾ ഖുത്ബ കഴിഞ്ഞിട്ട് പറയും, ആരും പോകരുത്, ഒരു പ്രസംഗം കൂടി ഉണ്ട്. അവരാരും ഇരിക്കൂല, നിർബന്ധമുള്ളത് കഴിഞ്ഞു, ഓല് പോയി. അതുകൊണ്ട് നാട്ടിൽ വഴിതെറ്റുന്ന യുവാക്കളോട് മിമ്പറിൽ വെച്ച് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് സലഫികൾ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർത്തെറിയാൻ രാമമന്ത്രം ജപിച്ച് ബാബരി മസ്ജിദിന്റെ മിനാരത്തിലേക്ക് കയറിപ്പോയ, അല്ലേ, ഏറ്റവും വലിയ ഇസ്ലാമിനെ എതിർത്ത ഒരു മനുഷ്യൻ ഷാർജയിൽ ചെന്നു. ദീന് പല ഉറുദുവിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും കേട്ടിട്ട് അയാൾക്ക് മനസ്സിലായി. അയാൾ ലോകത്തോട് പറയുന്നു, ഞാൻ ബാബരി മസ്ജിദിന്റെ താഴികക്കുടം മഴിവെടുത്ത് തകർത്തെറിയാൻ ഇഷ്ടികയെടുത്ത് പുറത്തേക്കെറിഞ്ഞതിൽ ആദ്യത്തെ മെമ്പറാ. പക്ഷെ ഞാൻ ഇസ്ലാമിനെ പഠിച്ചു. ശാന്തമാണ് ഇസ്ലാം, സൗന്ദര്യമാണ് ഇസ്ലാം, സൗഹാർദ്ദമാണ് ഇസ്ലാം. ഒരുപാട് പള്ളി ഉണ്ടാക്കാൻ ഞാൻ പണിയെടുക്കുമെന്ന് ഷാർജയിൽ വെച്ച് അയാൾ പ്രഖ്യാപിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ? അയാൾക്ക് മനസ്സിലായി ദീന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീന് മനസ്സിലാവണം. അതിന് എല്ലാ ചെറുപ്പക്കാരും, ളുഹറിന് വരാത്ത ചെറുപ്പക്കാരൻ, മഗ്രിബിന് വരാത്ത ചെറുപ്പക്കാരൻ, സുബൈക്ക് വരാത്ത ചെറുപ്പക്കാരൻ നിങ്ങളെ പള്ളിയിൽ വന്നിരിക്കും 20 മിനിറ്റ് 30 മിനിറ്റ്. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. ഖുർആനിന്റെ ആയത്തോതുക, സ്വഹാബിയുടെ ചരിത്രം പറയാ, ഹദീസ് പറയാ, അതൊക്കെയാണ് ഖുത്ബയിൽ നിർവഹിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടി സാധാരണക്കാരോട് ഞാൻ ചോദിക്കുക, റസൂലുള്ള എത്ര ഖുത്ബ പറഞ്ഞിട്ടുണ്ടാവും? റസൂലുള്ള എങ്ങനെ തുപ്പി? ഹദീസിലില്ലേ? ഉണ്ട്. ഏത് ചെരുപ്പ ആദ്യം ഇട്ടത്? ഹദീസിലില്ലേ? ഉണ്ട്. ഏത് ചെരുപ്പ ആദ്യം അഴിച്ചത്? ഹദീസിലില്ലേ?
ടോയ്ലറ്റ് കിടക്കുമ്പോ ഏത് കാലം ആദ്യം വെച്ചത് ഹദീസിലില്ലേ? പ്രാർത്ഥിച്ചിട്ടില്ലേ? ടോയ്ലറ്റ് കിടക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, തിരിച്ചു വരുമ്പോ വലത്തെ കാല് മുന്തിച്ചില്ലേ? എന്നിട്ട് ഗുഫ്രാനക എന്ന് ചുരുക്കി പറഞ്ഞില്ലേ? പള്ളി കയറുമ്പോ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ലേ? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞില്ലേ? പള്ളി ഇറങ്ങുമ്പോ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ലേ? ല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക എന്ന് പറഞ്ഞില്ലേ? എന്നാൽ നബിയുടെ ഒരു ഖുതുബ ഹദീസിലുണ്ടോ? നിങ്ങൾ പറയ്, ചോദിച്ചു നോക്കി നിങ്ങൾ പണ്ഡിതന്മാരോട്. റസൂലുള്ളാഹിന്റെ ഒരു ഖുതുബ ഹംദ് മുതൽ ആ ഖുതുബ തീരുന്നത് വരെയുള്ള ഒരൊറ്റ ഖുതുബ പൂർണ്ണ രൂപത്തിൽ ഹദീസിൽ ബുഖാരിയിൽ, മുസ്ലിമിൽ, തുർമുദിയിൽ, നസായിയിൽ, ഇബ്നു മാജയിൽ, ഇമാം നസായിയുടെ അല്ല വേറെ ഏതെങ്കിലും മുസ്നദുകളിൽ എവിടെയെങ്കിലും ഇസ്ലാമിന്റെ പ്രമാണത്തിൽ റസൂലുള്ളാഹിന്റെ ഒരു ഖുതുബ പൂർണ്ണമായിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇല്ലാതെ പോയത് എന്തുണ്ടാ? എന്റെ സ്വഹാബത്തിന്റെ എഴുതി ചൂടായിരുന്നു. നിസ്കാരം പോലെയാണ് ഖുതുബയെങ്കിൽ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിസ്കരിക്കണം. ഞാൻ ഖുതുബ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ കേട്ടത് അങ്ങനെ തന്നെ ഖുതുബ പറയണം. ഒരു ഹദീസ് ഉണ്ടോ? ഇല്ല. അത് സന്ദർഭത്തിനനുസരിച്ച. നാട്ടിൽ കൊലപാതകം വർദ്ധിക്കുക, കൊലപാതകത്തെ കുറിച്ച് പറയണം. നാട്ടിൽ വ്യഭിചാരം വർദ്ധിക്കുക, വ്യഭിചാരത്തെ എതിർത്ത് സംസാരിക്കണം. നാട്ടിൽ ശിർക്ക് വ്യാപിക്കുക, ശിർക്കിനെതിരെ പറയണം മിമ്പറില്. അല്ലാതെ ഒരു റെഡിമെയ്ഡ് ഖുതുബ ലോകം അവസാനിക്കുന്നവരെ പറയല്ലേ വേണ്ടത്. ഖുതുബ ഉപദേശമാണ്, ഖുതുബ ഉപദേശമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖുതുബ എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വരണം, കേൾക്കണം. നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും ഒന്നും ഒരാളുടെ മുമ്പിലും നമ്മൾ പണയം വെക്കരുത്.